ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യഥാർത്ഥത്തിൽ പൈത്തൻ്റെ അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്യുന്ന ഒരുപാട് മേഖലകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? വെബ് അപ്ലിക്കേഷൻസ്, അതേപോലെ AI മേഖലയിൽ, അതേപോലെ ഓട്ടോമേഷൻ, അതേപോലെ സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് മേഖലകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പൈത്തൺ ഏതൊക്കെ മേഖലയിൽ യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂളുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്ന് തന്നെ പൈത്തൺ കൊണ്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്പൈലേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ടൂളുകൾ അത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂളുകൾ വേണം. അപ്പോൾ പൈത്തൺ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നീട് പൈത്തൺ മാത്രം പോരല്ലോ, കാരണം നമുക്ക് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു ഇന്റർഫേസ് വേണ്ടേ, ഒരു സ്ഥലം വേണ്ടേ? അപ്പൊ അതിനാണ് നമ്മൾ IDE എന്ന് പറയാ, അഥവാ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ IDE യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ പൈത്തൺ പ്രോജക്റ്റുകൾ മെജോറിറ്റി പൈത്തൺ പ്രോജക്റ്റുകളും ചെയ്യാറ്. ഓക്കെ, അതേപോലെ പൈജാം ഉണ്ട്, പൈജാമും യൂസ് ചെയ്യാം. അപ്പൊ ഏത് എഡിറ്ററും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഏത് എഡിറ്ററും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞാൽ പൈത്തൺ മാത്രമല്ല, PHP, അതേപോലെ റിയാക്ട്, ഫ്ലട്ടർ, ഏത് ടൈപ്പ് പ്രോജക്റ്റുകളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന IDE ആണ് എന്ത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ പൈത്തണും ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ ലിങ്ക് ചെയ്യണം. അഥവാ പൈത്തണിൽ നിന്ന് അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് ആരെ മനസ്സിലാവണം, പൈത്തണെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്, അതിനാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റൻഷനും നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിന്ന് നമുക്കൊരു പൈത്തൺ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വർക്കൗട്ടിലൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് സ്ക്രീന് നമ്മുടെ ലാപ്പ് നമ്മുടെ അടുത്തുണ്ട്. അപ്പം നമുക്ക് ആ ലാപ്പിൽ എന്ത് ചെയ്യാം, നമുക്കത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലാപ്പിൽ ആൾറെഡി ഞാൻ ഫ്ലട്ടർ പ്രോജക്റ്റുകളും പൈത്തൺ പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതാണ് റിയൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ലാപ്പിൽ ഇതെല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതികൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുമില്ല, എൻ്റെ സിസ്റ്റം ഇവിടെ ഉണ്ട്, എൻ്റെ ഡെസ്ക്ടോപ്പ് ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ക്രോം എടുക്കുകയാണ്. ഏത് ബ്രൗസറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഞാനിവിടെ ക്രോം യൂസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഫസ്റ്റ് വേണം, പിന്നെ അതേപോലെ പൈത്തൺ വേണം. നമ്മൾ എന്ത് ചെയ്യുക, പൈത്തൺ ആദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക പൈത്തൺ ഡൗൺലോഡ്, എന്തെങ്കിലും കൊടുത്താൽ മതി, പൈത്തൺ പ്ലസ് ഡൗൺലോഡ് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടോ python.org എന്ന സൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഡൗൺലോഡ്സ് ഉണ്ടാവും. ഡൗൺലോഡ്സിൽ നമുക്ക് ഓൾ റിലീസസ് അവിടെ തന്നെ കാണട്ടോ, അതുണ്ടോ, ഡൗൺലോഡ് പൈത്തൺ 3.12.2 ലേറ്റസ്റ്റ് വേർഷൻ ആണ് പൈത്തൻ്റെ. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ നമുക്കിനി മുന്നത്തെ ഓൾഡർ വേർഷൻ വേണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഓൾഡർ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് റിലീസ്, ഇതാണ് പൈത്തൺ റിലീസസ് ബൈ വേർഷൻ നമ്പർ. പൈത്തൺ 3.11 ഇവിടെ ഉണ്ട്, 3.10 ഇവിടെ ഉണ്ട്, 3.9 ഇവിടെ ഉണ്ട്. അങ്ങനെ ഏത് വേർഷനാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എനിവേ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യാണ് കേട്ടോ, ഞാൻ ഇൻസ്റ്റാൾ ഒന്നും ചെയ്യുന്നില്ല, ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഇവിടെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ചോദിക്കും, ഇൻസ്റ്റാൾ നൗ ചോദിക്കും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ആൾറെഡി ഇന്ത്യയിൽ പൈത്തണൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ നൗ അടിച്ചുകൊണ്ട് നേരെ എന്ത് ചെയ്യാം, ഓക്കെ അടിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ പൈത്തൺ എന്ത് ചെയ്യും, നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഫസ്റ്റ് അത് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ പൈത്തൺ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, പൈത്തൺ ഉണ്ടോന്ന്, പൈത്തൺ വേർഷൻ. ഓക്കെ, ഇതാണ്ടോ, ഇതാ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് അറിയില്ലേ, അഥവാ നമ്മൾ ഇവിടുന്ന് സെർച്ചിൽ നിന്ന് CMD അടിച്ചാൽ മതി കേട്ടോ, CMD അടിച്ചാൽ മതി. ഓക്കെ, അതേപോലെ CMD അടിച്ചാൽ മതി. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ, ലിനക്സിലാണെങ്കിൽ ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് വരും. എന്നിട്ട് നമ്മൾ പൈത്തൺ ഇതിൽ ഇൻസ്റ്റാൾഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ, പൈത്തൺ എന്നുള്ളതല്ല ഏത് ടൂളും നമുക്ക് വേർഷൻ നമുക്ക് കൊടുത്താൽ നമുക്കത് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. ഓക്കെ, പൈത്തൺ ഐഫൺ വേർഷൻ കൊടുത്താൽ 3.11.9 ആണ് എൻ്റെ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. കോഡ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, ഫൈൻ, ഇൻസ്റ്റലേഷൻ സക്സസ് ആണ്. അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, എറർ അത് കാണിച്ചു, അത് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇനി നമുക്ക്
എന്ത് വേണം? വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വേണ്ടേ? എഡിറ്റർ വേണ്ടേ? ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കൊടുക്കട്ടോ, അതപ്പോൾ തന്നെ വരും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, ഇതാണ്ടോ ഈ ഒരു സിമ്പിളാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോവാ നമ്മൾ. അതിൽ നമുക്ക് ഡൗൺലോഡ് ആണ്. ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടാവട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള ഇത് ചെയ്യാം. അതർ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിൻഡോസ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. ഇതുണ്ട്, താങ്ക്സ് ഫോർ ഡൗൺലോഡിങ്. അത് ആൾറെഡി ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതുണ്ടോ, ഡൗൺലോഡ് ആയി. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ഇതുണ്ടോ, ഓക്കെ അടിച്ചിട്ട് നേരെ എന്ത് ചെയ്താൽ നെക്സ്റ്റ് അടിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ ഇതുണ്ടോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ എടുക്കുകയാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ എടുത്തു. എന്നിട്ട് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡും പൈത്തണും തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് പൈത്തൺ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ ഒരു എഡിറ്ററാണ്. അപ്പോൾ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം, ഇനി ഈ എഡിറ്ററാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഈ എഡിറ്ററിന് വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് പൈത്തൺ മനസ്സിലാവണം. അപ്പോൾ പൈത്തണിൻ്റെ പ്ലഗിൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടോ, ഇവിടെ ഫയൽസ് ആണ്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം എടുത്തുന്ന ക്ലാസ്സിൽ നോക്കാം. ഇതുണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ എക്സ്റ്റൻഷൻസ്. ഇപ്പോൾ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇവിടെ കണ്ടോ, എന്നിട്ട് നിങ്ങൾ പൈത്തൺ അടിക്കുക കേട്ടോ. പൈത്തൺ അടിച്ചാൽ ഇതുണ്ടോ, പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ കാണിക്കാത്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇൻസ്റ്റാൾ കാണിക്കും. ആ നീല കളറിലായി എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് തന്നെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് പൈത്തണിൻ്റെ ഒരുപാട് ടൂളുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് ഏതും നമുക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യാം. ബേസിക്കലി വേണ്ടത് പൈത്തൺ ഇൻ്റർപ്രെറ്റർ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അഥവാ അതിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ പ്രോജക്റ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സിമ്പിൾ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്